അങ്ങനെ സിറ്റി പാലസും കണ്ടുകൊണ്ട് നമ്മൾ അടുത്ത് പോകുന്നത് ആംബർ ഫോർട്ടിലേക്കാണ്. ആംബർ പാലസ് എന്നും പറയും. ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയുണ്ട് സിറ്റി പാലസിൽ നിന്ന് ഇവിടെ എത്താൻ. നമ്മൾ ഈ യൂബർ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ നമ്മുടെ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ പാലസ്. ഏകദേശം ഉച്ച 12 മണി സമയമാണ് ഇവിടെ എത്തുന്നത്. നല്ല വെയിലാണ്. അവിടെ ചെന്നിട്ട് ഈ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കയറണം അത്രയും ദൂരത്തേക്ക്. അവിടെ ചെന്നിട്ട് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ എന്നുള്ളത്. കോട്ടയാണിത്. അതായത് ഈ മലകളുടെ മുകളിൽ കൂടി ഒരു നമ്മളെ ചൈന മതിൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു മതിൽ പണിതിട്ടുണ്ട്. അത് ഈ 12 കിലോമീറ്റർ ലെങ്ത്ത് എന്ന് തോന്നുന്നത്. ചുറ്റും ഈ കോട്ടയ്ക്ക് ചുറ്റും ആ ഒരു മതിലുണ്ട്. ചെറിയ നമ്മൾ കയറി വരുന്നിടത്തുള്ള ഒരു ഗേറ്റ്, അങ്ങനെ 2-3 ഗേറ്റുകൾ മാത്രമേ അതിനകത്തുള്ളൂ എന്ന് തോന്നുന്നത്. എല്ലാ സ്ഥലത്തും ഈ കാവൽപടന്മാർക്ക് നിൽക്കാനുള്ള സെറ്റപ്പൊക്കെ ഉള്ള ഒരു ടൈപ്പ് മതിലാണ് അത് പണിതിട്ടുള്ളത്. ഇവിടെ ഒത്തിരി ജീപ്പുകളുണ്ട്. ഈ ജീപ്പുകൾ ശരിക്കും ഇവർ ഇവിടുന്ന് പുറകിലേക്ക് കൊണ്ടുപോകാനും നാഗർ ഫോർട്ടിലേക്ക് പോകാനൊക്കെയാണ് ഈ ജീപ്പുകൾ സവാരിക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ വാടക ഭയങ്കരമാണ്. നമ്മൾ ഏതായാലും ഇത് വിളിച്ചിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് എന്ന് പറയുന്നത്. 2 സ്ഥലത്ത് കൂടി വരാം. ഒന്ന് ഇവിടെ ഇറങ്ങിയിട്ട് പോകാം, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തൊരു സ്ഥലം കൂടി ഉണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ ഗോൾഫ് കാറൊക്കെ വണ്ടിയായിട്ട് പോകാനുള്ളത്. ഞാൻ ഏതായാലും ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഗാർഡനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കോട്ടയിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ബ്യൂട്ടി ആയിട്ട് കാണാൻ പറ്റും. കുറച്ച് ചെറിയ ടവറുകളും ഇതൊക്കെ ആയിട്ട് ഈ നടന്നു കയറുന്ന ഈ ഗാർഡൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു തടാകമുണ്ട് ചെറുത്. നല്ലൊരു ഗാർഡനുണ്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ. ഇതല്ലാതെ തന്നെ വരുന്നത് അത് കോട്ടയിൽ നിന്ന് നല്ല വ്യൂ ഉണ്ടാവും അങ്ങോട്ട്. ജയ്പൂർ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഗൈഡുകൾ ഭയങ്കരമായിട്ട് പിന്നാലെ കൂടിക്കൊണ്ടിരിക്കും. അത് ഇവിടെ വന്നപ്പോഴും ഉണ്ട്. ഒരുപാട് പേര് നിർബന്ധിച്ചു ഗൈഡ് സേവനം വേണോ വേണ്ടെന്നുള്ളത്. അവരുടെ വരുമാന മാർഗ്ഗമാണ്. നമുക്ക് പക്ഷേ അത് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മളത് സ്വീകരിക്കാതിരുന്നത്. ആംബർ ഫോർട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് തന്നെ കുടിവെള്ളം സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട് സ്റ്റെപ്പ് കയറുന്ന അവിടെ തന്നെ. സ്റ്റാർട്ടിങ് തുടങ്ങുന്ന അവിടെ തന്നെയാണ്. വളരെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ കിട്ടുക. ആ മലകളുടെ മുകളിൽ കൂടി ആ മതിൽ പോകണം. നേരത്തെ പറഞ്ഞില്ലേ, ഒരു വൻമതിൽ പോലെയുള്ള ഒരു മതിൽക്കെട്ട് പോകുന്നുണ്ട്. അതിൽ കൂടി ആൾക്കാർക്ക് നിൽക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക്. ചെറുതായിട്ടാണെങ്കിലും അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു വാളാണ് അത് കാണുന്നത്. അത്യാവശ്യം ഇത് ഈ മല ഫുള്ളായിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കൂടി കവർ ചെയ്ത് പോകേണ്ടത്. പക്ഷേ ഇവിടുന്ന് നമുക്ക് അത്യാവശ്യം കൂടി നടക്കാനുണ്ട്. വെയിലും കൂടി ആയപ്പോൾ നല്ല ടയേർഡാണ് ഇത് നടന്ന് കയറാൻ. ഇതല്ലാതെ തന്നെ വേറൊരു വഴിയും കൂടി ഉണ്ട്. അവിടെ നമുക്ക് ആ വഴി കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഫ് കാറ് വഴി കയറാം. ഒരാൾക്ക് 80 രൂപ അങ്ങനെ എന്തോ ഒരു ചാർജാണ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട്. ആംബർ ഫോർട്ടിലേക്ക് കയറാൻ മെയിനായിട്ട് 2 ഗേറ്റാണുള്ളത്. ഒന്ന് സൂരജ് പോളും ഒന്ന് ചാന്ദ് പോളും. സൂര്യകവാടവും ചന്ദ്രകവാടവും എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നമ്മൾ ഈ കാണുന്ന ഗ്രൗണ്ടാണ് ജലേബ് ചോക്ക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതൊരു പേർഷ്യൻ വേർഡാണത്രേ. പട്ടാളക്കാരെ വരുന്നത്, അതായത് യുദ്ധം കഴിഞ്ഞിട്ടൊക്കെ പട്ടാളക്കാർ ഇപ്പം നമ്മൾ കയറി വന്ന ഇതാണ് സൂരജ് പോൾ എന്ന് പറയുന്ന ഗേറ്റ്. അതിൽ കൂടി പട്ടാളക്കാർ കയറി വരുന്നത്. ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഇത് മറ്റേ ചാന്ദ് പോൾ ഗേറ്റിന് അടുത്തായിട്ട്, അതായത് നമ്മൾ സൂരജ് പോൾ വഴി കയറി വരുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന സ്ഥലം. ഇതിൻ്റെ ഈ സൈഡ്, കാരണം ഇതിൽ ചാന്ദ് പോൾ ഗേറ്റ് വഴിയാണ് സാധാരണ ജനങ്ങളൊക്കെ കൊട്ടാരത്തിലേക്ക് കയറിയിരുന്നത്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലാണ് ശരിക്കും പഴയ നഗരം ഉണ്ടായിരുന്നത്. ഈ കാണുന്ന ഏരിയ. ഇതിൻ്റെ പുറകിൽ താഴത്തെ എന്താ ജ്യോതാബായിയുടെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട് എന്നൊക്കെ ഗൈഡുമാർ പറയുന്നുണ്ട്. അതൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരാം, ഇത്ര അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. രജപുത്ര മുഗൾ ശൈലിയിലുള്ള ഒരു നിർമ്മിതിയാണ് ഈ കൊട്ടാരം. ഇത് 1592 അക്ബർ ചക്രവർത്തിൻ്റെ സേനാനായകനായ രാജ മാൻസിംഗ് ആണ് ഇതിൻ്റെ പണി തുടങ്ങി വെച്ചത്. അതിനുശേഷം ജയ്സിംഗ് 1-നും ജയ്സിംഗ് 2-നും അങ്ങനെ അവരുടെ ഒരു 150 വർഷക്കാലം ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നു. അതായത് സിറ്റി പാലസിലേക്ക് മാറുന്നത് വരെ ഇതിൻ്റെ പണി തുടർന്നുകൊണ്ടിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇവിടുന്ന് നഹാഗർ ഫോർട്ടിലേക്കൊരു തുരങ്കമുണ്ട്. ശരിക്കും ഇത് നഹാഗർ ഫോർട്ടിൻ്റെ ബൗണ്ടറിപ്പെട്ട ഇതിൽ പെടുന്ന ഒരു കൊട്ടാരമാണ് ശരിക്കും ഇത്. നമ്മളിപ്പോൾ പോകുന്നത് ഇതിൻ്റെ എൻട്രൻസ്, അതായത് ടിക്കറ്റ് ചെക്കിംഗ് ഉള്ള ആ ഭാഗത്തേക്കാണ്. ഇതിലൂടെ വേണം നമുക്ക് അകത്തേക്ക് കയറാൻ. അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഈ ഒരു ബിൽഡിംഗ് ആണ്.
ദിവാനിയാം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് രാജാ മാൻസിംഗിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. ഇതും മുഗൾ രജപുത്ര ശൈലിയിൽ ഉണ്ടാക്കിയ ഒരു കെട്ടിടമാണിത്. ാണ് നടത്തിയിരുന്നതെന്നാണ് പറയുന്നത്. നാൽപ്പതോളം തൂണുകളുള്ള ഈ ഒരു നിർമ്മിതിയിൽ ചുവന്ന കല്ല് വെച്ചിട്ടും അതുപോലെ മാർബിൾ വെച്ചിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പുറത്തേക്കുള്ള ഭാഗം നോക്കിയാൽ അകത്ത് വരുന്ന പില്ലേഴ്സ് എല്ലാം മാർബിളിലും ഔട്ടർ വരുന്ന പില്ലേഴ്സ് എല്ലാം ആ ചുവപ്പ് കല്ലിൻ്റെ ആ ഒരു കളർ ഷെയ്ഡിലുമാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മേൽവശത്തെ റൂഫിങ് നോക്കി കഴിഞ്ഞാൽ രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഭാഗം പിന്നീട് മാറ്റി, അത് സവായ് ജയസിംഗ് രണ്ടാമൻ. ഇതിൻ്റെ നേരെ കാണുന്നതാണ് ഗണേഷ് പോൾ എന്ന് പറഞ്ഞ ഗേറ്റ്. ഈ നേരെ കാണുന്നത്, ഈ കാണുന്നതാണ് തോഷാഖാന എന്നുള്ളത്. ഇത് നമ്മുടെ ദിവാനിയാമിന് അടുത്തുള്ളത് തന്നെയാണ്. ഇത് 27 കച്ചേരികൾ, അതായത് ഇവിടെ ആയിരുന്നു അന്ന് രാജഭരണകാലത്തെ ഓഫീസുകളൊക്കെ പ്രവർത്തിച്ചിരുന്നത്. ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനോഹരമായൊരു ഉദ്യാനം കാണാം. നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത് തന്നെയാണത്. പിന്നെ അവിടുന്ന് വന്ന് അടുത്ത ഇതിലേക്ക് വരുന്നതാണ് ശീഷ് മഹൽ. ശീഷ് മഹലിൻ്റെ ചുമരുകൾ കംപ്ലീറ്റ് ചെറിയ കണ്ണാടികൾ കട്ട് ചെയ്ത് വെച്ച് പതിപ്പിച്ചൊരു ഡിസൈനുള്ളതാണ്. ഇതാണ് ശീഷ് മഹൽ. ഇതിൻ്റെ റൂഫിങ്ങും എല്ലാം കണ്ണാടി വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇത് ബെൽജിയം കട്ടിംഗ് ആണെന്നൊക്കെ പറയണേ, പക്ഷേ അതിന് വലിയ തെളിവുകളൊന്നുമില്ല. ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്നാണെന്നോ കട്ടിംഗ് ആണെന്നൊക്കെ ഉള്ളത്. ശീഷ് മഹൽ ശരിക്കും ഈ സ്ഥലത്തിന് പറയുന്ന പേരാണ് ദിവാനി കാസ് എന്നുള്ളത്. ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ഗാർഡൻ കംപ്ലീറ്റ് ആയിട്ട് മുഗൾ ശൈലിയിലുള്ള ഒരു ഗാർഡനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് സുഖ്നിവാസ് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതായത് ചൂടും തണുപ്പും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് കൂടി ചൂടുവെള്ളം തണുപ്പ് വെള്ളമൊക്കെ വരാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ ഭാഗത്ത് വീഡിയോ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ഇവിടുന്ന് പിന്നെ എക്സിറ്റ് ആയിട്ട് വരുന്ന വഴി എന്ന് പറയുന്നത് ഇതിനകത്ത് കൂടെയാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും വെന്റിലേഷന് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഏത് ഏരിയയിൽ പോയി കഴിഞ്ഞാലും ഇവരെ വെന്റിലേഷൻ സിസ്റ്റം ഭയങ്കരമാണ്. അത് ഞാൻ ഇതിൻ്റെ ഒരുപാട് ഉള്ളിലേക്ക് വെളിച്ചമില്ലാത്ത കുറേ ഭാഗങ്ങളുണ്ട്. പക്ഷേ വെളിച്ചം അവിടെ ഇല്ലെങ്കിലും പക്ഷേ അവിടത്തേക്കുള്ള വെന്റിലേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ ഹോൾസ് ത്രൂ ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വഴി നേരെ വന്ന് കയറിയുമ്പോൾ ഒരു കോറിഡോറാണ് കാണുന്നത്. ആ ഒരു നടുമുറ്റം പോലെ നടുക്കൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഈ മേളിൽ കാണുന്ന ഭാഗത്താണ് ശരിക്കും രാജാവ് താമസിച്ചിരുന്ന ഭാഗം. ഈ ഭാഗം ഇതിൻ്റെ മോൾ വശം. ഒരുപാട് മുറികളോട് കൂടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇത് ഒരു മുറിയിൽ നിന്ന് ഒരു മുറിയിലേക്ക് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. പഴയ കാലത്ത് ഇവരിത് എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യുന്നതെന്ന് അറിയില്ല. ഇപ്പം ഇത് ഏകദേശം ഇതിൻ്റെ ചുറ്റും ഒരേ പാറ്റേണിലുള്ള മുറികളാണ് ഉള്ളത്. ഈ നേരെ കാണുന്നതാണ് ബരാദാരി മണ്ഡപം എന്ന് പറയുന്നത്. ശരിക്കും ഈ ഏരിയ രാജഭരണകാലത്തെ സ്ത്രീകളുടെ ഏരിയയാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബിൽഡിങ്ങുകളാണ് ശരിക്കും സ്ത്രീകളുടെ താമസ സ്ഥലം.
കൊട്ടാരത്തിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തു. ഇനി ഇത് തിരിച്ചു പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഈ പോകുന്ന വഴിയിൽ ഷോപ്പിങ്ങിനുള്ള സംഭവങ്ങളുണ്ട്, ചെറിയ സ്റ്റാളുകളുണ്ട്. അവിടെ ആവശ്യമുള്ളവർക്ക് കയറി ഷോപ്പ് ചെയ്യാം. ഇത് നേരെ ഇറക്കമാണ് താഴത്ത്. നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ ആ സ്റ്റെപ്പുകൾ കയറിയില്ലേ, ആ സ്റ്റെപ്പുകൾ കയറണം അവിടേക്ക് തന്നെ വരുന്ന സംഭവം ഇതാണ്. ഇതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറകിലേക്കും വഴിയുണ്ട്. അതായത് ചാന്ദ് ഗേറ്റ് ഉണ്ടല്ലോ, ചാന്ദ് പോൾ ഗേറ്റ്, ആ ഭാഗത്തേക്ക് ഇറങ്ങി ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടും ഇവിടുന്ന് ഒരു വഴി പോകുന്നുണ്ട്. നമുക്ക് ഏതായാലും ഒരു ഷോപ്പിൽ കയറി നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഷോപ്പിനകത്തെ കാഴ്ചകളും കൂടി ഒന്ന് കാണാം. ഈ ഇറങ്ങിപ്പോകുന്ന ഭാഗത്തുള്ളത് മുഴുവൻ ക്രാഫ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കീ ചെയിനുകൾ, ടേബിൾ, കാർ മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന സംഭവങ്ങൾ, അങ്ങനെയുള്ള പല സാധനങ്ങളാണ് ഇവിടെ മെയിനായിട്ട് സെയിലുള്ളത്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കണം. ഇതുപോലുള്ള വീഡിയോകൾ തുറന്നുണ്ടാവും. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് നാഗൽ ഫോർട്ടിലേക്കാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇനി നാഗൽ ഫോർട്ടിലെ കാഴ്ചകൾ കാണാം നമുക്ക്.